നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കിളിക്കൂടൊക്കെ ഉണ്ടെങ്കിൽ അത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിളി വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ച് പോകുകയില്ലയോ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരവെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇരട്ടത്തലയൻ അല്ലെങ്കിൽ ഇരട്ടത്തലച്ചി എന്ന പേരിൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കണ്ടുവരുന്നൊരു കിളിയാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കൂട് കൂട്ടാൻ തുടങ്ങിയത്. നമ്മൾ ആ കൂടിൻ്റെ അടുത്തൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകുന്നത് ആൾക്കൊരു പ്രശ്നമേ അല്ല. പുള്ളിയുടെ പണിയിൽ കറക്റ്റായിട്ട് വ്യാപൃതനായിരിക്കുകയാണ്. പുറത്തു പോകുന്നു, ഓരോരോ ചില്ലകൾ എടുക്കുന്നു, കൂട്ടിലേക്ക് വരുന്നു. അങ്ങനെ ആളവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ടൊരു കൂട് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ കിളികളൊക്കെ കൂടുകൂട്ടാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോയി അവരെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു കഴിഞ്ഞാൽ അവർ കൂടും കൂട്ടി കുഞ്ഞുങ്ങളേക്ക് വിരിച്ച് സന്തോഷത്തോടെ പൊക്കോളും. റെഡ് വിഷ്ഡ് ബുൾബുൾ എന്ന പേരുള്ള ഈ കിളിക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഏകദേശം 2 ആഴ്ചയോളം അവിടെ വന്നിരുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ പഠിച്ച് ഓരോ ചില്ലകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് അത് അവിടുന്ന് ആരെങ്കിലും മാറ്റുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് ഏകദേശം 2-3 ആഴ്ച എടുത്തോട്ടോ അവരവിടെ കൂട് വയ്ക്കുന്നതിനെക്കുറിച്ച് തീരുമാനത്തിലെത്താൻ. ആ സമയത്ത് നമ്മൾ അതിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ കൂട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാനോ അതിൻ്റെ അടുത്ത് കയറി കൈയിട്ട് നോക്കാനോ ഒന്നും പോയിട്ടില്ല. അതുകൊണ്ടായിരിക്കും അവിടെ തന്നെ കൂട് കൂട്ടിയേക്കാമെന്ന് അവർ തീരുമാനം എടുത്തത്. നമ്മുടെ വീട്ടിൽ ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ചുറ്റും ഒരുപാട് കിളികൾ വന്ന് കൂട് കൂട്ടി കുഞ്ഞുങ്ങളെ വിരിച്ച് പോകുന്നുണ്ട്. മീനിനെ പിടിക്കുന്ന കൂടയ്ക്കകത്ത് ഒരു കിളി കൂട് കൂട്ടിയ വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കൂടെയാണ് ഇരിക്കുന്നത്. അതിനോട് ചേർന്നുള്ള ഈ കൂട്ടിലാണ് ഇപ്പോൾ നമ്മുടെ ഇരട്ടത്തലയും കൂട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു TV ഉണ്ട്. അതിൻ്റെ അകത്തും കിളികൾ വരാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതുവരെ വന്നിട്ടൊന്നുമില്ല. എന്നാൽ അതിനോട് ചേർന്നുള്ളൊരു ടയറിൻ്റെ അകത്താണെങ്കിൽ അടയ്ക്കാക്കുരുവി പോലത്തെ ആ ഇനത്തിൽപ്പെട്ട ഒരു കിളി വന്ന് കൂട് കൂട്ടി അവർ തന്നെ ഉണ്ടാക്കി കൂടാട്ടോ കാണുന്നത്. അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെ വിരിച്ച് ഒരു പ്രാവശ്യം പോയായിരുന്നു. എന്നാൽ പിന്നെ ആശാൻ വന്ന് വീണ്ടും അതിൻ്റെ അകത്ത് മുട്ടയിട്ടിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പ്രാവും കൂട് ഇരിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു അരമണിക്കൂർ പ്രാവിനെ തുറന്നു വിടാറുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം കിളികൾ നമ്മുടെ അടുത്ത് വന്ന് കൂട്ടുകൂടാൻ ശ്രമിക്കുന്നത്. ഇനി മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ എൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.